നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയാണ് കോടതി. അതിജീവിതയെ പിന്തുണച്ച അതേസമയം തന്നെ നിരവധി പേർ രംഗത്തെത്തുന്നു. എന്നും അവൾക്കൊപ്പമെന്ന് നടിമാരായ റിമ കല്ലിങ്കൽ, പാർവതി, രമ്യ നമ്പീശൻ തുടങ്ങിയവർ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. ഇതെന്ത് നീതി എന്നാണ് പാർവതിയുടെ ചോദ്യം. അതിജീവിത കടുത്ത ആഘാതത്തിലാണെന്നും പോരാട്ടം തുടരുമെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. വിധി നിരാശാജനകമാണെന്ന് കെ രമ MLA പ്രതികരിച്ചു. ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റി. ഭരണകൂടം പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നും കെ രമ ആരോപിച്ചു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ഈ വിധി പുറത്തു വന്നതിന് പിന്നാലെ വിവിധ പ്രതികരണങ്ങൾ, അത് നൽകുന്ന സൂചന എന്താണ് അശ്വിൻ പാലാഴി? രജിത്ത്, ഒരു കണക്കിൽ അമ്മ എന്ന സംഘടനയെ പോലും രണ്ടായി പിളർത്തിയ ഒരു കേസായിരുന്നു നടിയെ ആക്രമിച്ച കേസ്. അതിന് പിന്നാലെയാണ് ഒരു വിഭാഗം ആളുകൾ സംഘടനയിൽ നിന്ന് പുറത്തുപോയി WCC രൂപീകരിക്കുന്നതും അവൾക്ക് വേണ്ടി, അതായത് അതിജീവിതയ്ക്ക് വേണ്ടി ശക്തമായ പോരാട്ടം നയിക്കുന്നതും. അതിനുശേഷം ഈ അതിജീവിതയ്ക്കൊപ്പമുള്ള കൃത്യമായ നിലപാടുകൾ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും അവർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴൊന്നും അമ്മയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ വിധി വന്നതിന് ശേഷവും അമ്മ സംഘടന ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനമായി ഇന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം അമ്മയുടെ ആസ്ഥാനത്ത് ചേരുന്നുണ്ടായിരുന്നു. അതിനുശേഷം പുറത്തേക്കിറങ്ങിയ താരങ്ങളാരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്താൻ തയ്യാറായില്ല. ഔദ്യോഗികം അമ്മയുടെ നിലപാട് എന്നുള്ള രീതിയിൽ ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല. പലകുറി നമ്മൾ സംഘടനാ നേതൃത്വത്തെ ബന്ധപ്പെട്ടെങ്കിലും നിലവിലൊന്നും പറയാനില്ല എന്ന നിലപാടാണ് അവർ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ ഇനി വാർത്താക്കുറിപ്പായി അത് പുറത്തേക്ക് വരുമോ എന്നറിയില്ല. ഈ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ മാത്രമാണ് ഇതിലൊരു ഔദ്യോഗികമെന്നല്ലാതെ വ്യക്തിപരമായ ഒരു പ്രതികരണം നടത്തിയത്. അത് ദിലീപിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്നു. കോടതി വിധിയെ മാനിക്കുന്നു. ദിലീപേട്ടനെ കുറ്റമുക്തനാക്കിയതിൽ സന്തോഷവതി എന്നുള്ളതായിരുന്നു ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം. വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഇതിനെ സംഘടനയുടെ നിലപാടായി കാണേണ്ട എന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. അതുകൊണ്ട് അവൾക്കൊപ്പമല്ല, അതായത് നടിക്ക് ഒപ്പമല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് അതിനില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ WCCയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ വിധിയിൽ ശക്തമായ പ്രതിഷേധവും നിരാശയും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ഈ WCCയുമായി ഒപ്പം ഈ നടിയുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി റിമ കല്ലിങ്കൽ, നടി പാർവതി, രമ്യ നമ്പീശൻ എന്നിവരാണ് നടിക്കൊപ്പം അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നു. ഒപ്പം തുടക്കം മുതൽ ഭാഗ്യലക്ഷ്മി ഈ അതിജീവിതയ്ക്കൊപ്പമുണ്ട്. അവരും ഈ വിധിയിൽ നിരാശയാണ്. ഈ അതിജീവിതയുടെ നിലവിലെ മാനസികാവസ്ഥ കൂടി അവർ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നുണ്ട്. കടുത്ത മാനസികാഘാതത്തിലാണ് ഈ വിധിയെ തുടർന്ന് അതിജീവിത ഉള്ളത് എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. ഒപ്പം തുടങ്ങി വെച്ച പോരാട്ടം തുടരും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഭാഗ്യലക്ഷ്മി ഈ അതിജീവിതയുടെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കേരളം വിവിധ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. സർക്കാർ എന്തായാലും അപ്പീലിന് പോകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.